കാലങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിട്ടുവന്ന ഒരു ബാലന്റെ കയ്യിൽ സ്കൂൾ അധികൃതർ കൊടുത്തുവിട്ട ഒരു ചെറിയ കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. അവനത് ഓടി വന്ന് തന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് വളരെ ആകാംക്ഷയോടെ തുറന്ന് വായിച്ചു നോക്കി. ഉദ്വേഗമടക്കാനാവാതെ അടുത്തു നിന്ന ബാലൻ അമ്മയോട് ചോദിച്ചു, "അമ്മേ, എന്താണ് എന്നെപ്പറ്റി എന്റെ അധ്യാപകർ എഴുതിയിരിക്കുന്നത് എന്ന്?" അമ്മ മകനെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "മകനെ, നിന്നെ പഠിപ്പിക്കാൻ പോന്നത്ര ബുദ്ധിയും സാമർഥ്യവും കഴിവും ഇവിടെയുള്ള അധ്യാപകർക്കില്ല. സ്കൂളിനത്ര സൗകര്യങ്ങളും ഇല്ല. അതുകൊണ്ട് സാമർഥ്യമുള്ള ബുദ്ധിമാനായ നിങ്ങളുടെ മകനെ മറ്റൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്" എന്ന്. ഇത് കേട്ട് മകന് വല്ലാത്ത സന്തോഷമായി. കാലങ്ങൾ കടന്നുപോയി. അമ്മ മരണപ്പെട്ടു. മകൻ വളർന്ന് വലിയൊരാളാവുകയും ചെയ്തു. അമ്മയുടെ മരണശേഷം അലങ്കോലപ്പെട്ട് കിടന്ന മുറി അടുക്കിപ്പെറുക്കി വൃത്തിയാക്കുന്നതിനിടയിൽ അവനൊരു ചെറിയ കടലാസ് കൊണ്ട് കിട്ടി. അത് പണ്ട് തന്റെ അധ്യാപകർ കൊടുത്തുവിട്ട കടലാസ് കഷ്ണമാണെന്ന് തിരിച്ചറിഞ്ഞ് അവനത് തുറന്ന് വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "കഴിവും സാമർഥ്യവുമില്ലാത്ത നിങ്ങളുടെ മകനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്" എന്ന്. ആ മകനാണ് പിന്നീട് ലോകമറിയുന്ന തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞനായി മാറിയത്. ഒരു കുഞ്ഞിനെയും മുൻവിധിയോടെ കാണുകയോ അത്തരത്തിൽ സംസാരിക്കുകയോ ചെയ്യരുത്. പിന്നീട് ലോകമാദരിക്കുന്ന വ്യക്തിയായി അവനും മാറിയേക്കാം എന്ന് തിരിച്ചറിയുക.